അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ പലസ്തീൻ അനുകൂല സിനിമകളുടെ കടുംവെട്ടിൽ പ്രതിഷേധം ശക്തമായതോടെ 4 സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകി കേന്ദ്രം. 15 ചിത്രങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ആരെയോ ഭയപ്പെടുന്നതുകൊണ്ടാണ് കേന്ദ്രം സിനിമകളെ വിലക്കുന്നത് എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കടുംവെട്ട് പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് MP ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പലസ്തീൻ പാക്കേജിലെ 6 സിനിമകൾ ഉൾപ്പെടെ 19 ചിത്രങ്ങൾക്കായിരുന്നു കേന്ദ്രത്തിന്റെ കടുംവെട്ട്. പ്രതിഷേധം ശക്തമായതോടെ ബീഫ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ, ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക്, ഹാർട്ട് ഓഫ് ദി വോൾഫ് എന്നീ ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി ലഭിച്ചു. എന്നാൽ 7 ചിത്രങ്ങൾ ഇപ്പോഴും അനുമതി കാത്തിരിക്കുകയാണ്. കേന്ദ്ര നടപടിയിൽ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയരുന്നത്. BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ് വിലക്കിന് പിന്നിലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഇതെല്ലാം. ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇനി ആരെങ്കിലും രാജ്യാന്തര മേള കാണാൻ വരുമോ? ഏതെങ്കിലും ആൾ സിനിമാ ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിലേക്ക് വരുമോ? അടുത്ത പ്രാവശ്യം മേള നടക്കുമോ? എനിക്ക് ആശങ്കയാണ്. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് ഇടത് MPമാരുടെ തീരുമാനം. ഒരുപാട് വിഷയങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഒരുപാട് വകകൾ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തായാലും ഏറ്റെടുക്കുന്നതാണ്, പാർലമെന്റിൽ ഉയർത്തുന്നതാണ്. കേന്ദ്രത്തിന്റെ വിലക്ക് മറികടന്ന് സിനിമ പ്രദർശിപ്പിക്കണമെന്ന് ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ കമൽ പറഞ്ഞു. ചലച്ചിത്ര അക്കാദമിക്ക് അപ്പുറത്തായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ വരണം. ആ പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായിട്ടാണ് സർക്കാരിന്റെ അനുമതിയോടുകൂടി ഇവിടെ പ്രദർശിപ്പിക്കാം. അതാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നത്. ഗാസയിലെ മനുഷ്യക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ പലസ്തീൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമകൾക്കടക്കം വിലക്കേർപ്പെടുത്തുന്നതിൽ ഡെലിഗേറ്റുകളും കടുത്ത പ്രതിഷേധത്തിലാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.